വലിയ കാര്യമാക്കാതെ ലച്ചുവിനോട് അത് പറഞ്ഞുകൊണ്ട് ഹിമ ആമിയയ്ക്ക് ഫ്രൂട്ട്സ് ഓരോന്നായി കഴിക്കാൻ എടുത്തു കൊടുത്തു. ആമിയുടെ കൂടെ തന്നെ ഇരുന്ന് അവളെ മുഴുവൻ കഴിപ്പിച്ചിട്ടാണ് അവർ പോയത്. മോളൊന്ന് മയങ്ങിക്കോ, ചെറിയമ്മ കുറച്ചു കഴിഞ്ഞു വരാം. ആമിയുടെ തലയിൽ സ്നേഹത്തോടെ ഒന്ന് തടവിയതിനു ശേഷം ചെറിയമ്മ തന്നെ അവളെ ബെഡിലേക്ക് കിടത്തി. പോകുന്ന പോക്കിൽ ലച്ചുവിനെ വലിച്ചുകൊണ്ട് പോകാനും അവർ മറന്നില്ല. ചെറിയമ്മയും ലച്ചുവും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും ക്ഷീണം കൊണ്ട് ആമിയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. ഒരു നല്ല ഉറക്കം കഴിഞ്ഞതിനു ശേഷമാണ് ആമി എഴുന്നേറ്റത്. ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി ആമി പുറത്തേക്ക് വന്നതും ബെഡിൽ അവളെ കാത്ത് ലച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടത്തിയമ്മ ഫ്രഷായി കഴിഞ്ഞോ? എന്നാൽ നമുക്ക് താഴെ പോയി ചായ കുടിക്കാം. വല്യമ്മ ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ടി നല്ല ഫ്രഷ് ഏലക്ക ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ലച്ചു അവളുടെ കൈ പിടിച്ച് വലിച്ചു മുൻപോട്ട് നടന്നിരുന്നു. ആദ്യം അല്പം മടി കാണിച്ചെങ്കിലും പിന്നെ മുറിയിൽ തന്നെ ചടഞ്ഞിരിക്കാൻ അവൾക്കും അല്ലാത്ത മടുപ്പ് തോന്നിയിരുന്നു. ലച്ചുവിനോടൊപ്പം താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോഴാണ് അവൾ സമയം നോക്കുന്നത്. ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചെറിയച്ഛന്മാരും മുത്തശ്ശിയും മുത്തശ്ശനും ചായ കുടിക്കുന്നുണ്ട്. അല്പം അടിച്ചാണ് അവൾ ലച്ചുവിനോടൊപ്പം അവരുടെ അടുത്തേക്ക് പോയത്. ലച്ചുവിനോടൊപ്പം പടികൾ ഇറങ്ങി വരുന്നവരിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. ഒരു ലൈറ്റ് റോസ് സാരി ഉടുത്ത് ഒരു പൊട്ട് മാത്രം വെച്ച് നടന്നു വരുന്നവളെ കാണാൻ വല്ലാത്ത ഐശ്വര്യമുണ്ടായിരുന്നു. തല ഉയർത്തി ആരെയും നോക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മോള് വാ, ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളുടെ അടുത്തേക്ക് പോയി. മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും നടുക്കായാണ് ആമിയെ പിടിച്ചിരുത്തിയത്. അവരുടെ ഇരുവശവുമായി 3 ചെറിയച്ഛന്മാരും നിരന്നിരിക്കുന്നുണ്ട്. അവർക്ക് ചായയും പലഹാരവും എടുത്തു കൊടുക്കാൻ ചെറിയമ്മമാരുമുണ്ട്. യാദവ് ഉൾപ്പെടെയുള്ള പുതുതലമുറയിലെ ചെറുപ്പക്കാരെല്ലാം ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ മാത്രമേ വീട്ടിലുള്ളൂ. ആമിയുടെ അടുത്തേക്ക് ഒരു കപ്പിൽ ചായ പകർത്തിക്കൊണ്ട് മുത്തശ്ശി ആ കപ്പ് നീക്കി വെച്ചു കൊടുത്തു. അപ്പോഴേക്കും ആമിക്ക് ആരെയും തല ഉയർത്തി നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ തന്നെ നോക്കിയിരിക്കുവാണ് എന്ന് അവൾക്കറിയാം. വല്ലാത്ത സങ്കടം വന്ന് പൊതിഞ്ഞു അവളെ. താൻ ഉത്തമൻ്റെ മകളാണെന്നറിഞ്ഞാൽ അതായിരുന്നു മനസ്സ് നിറയെ. ചെറിയച്ഛന്മാരെല്ലാം ഫോണിൽ നോക്കിയിരിക്കുകയാണെങ്കിലും അവരുടെ കണ്ണടിക്കടി ആമിയിലേക്ക് നീങ്ങുന്നുണ്ട്. ജിതന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ ഗൗരവം പകർത്തിക്കൊണ്ട് അനിയന്മാരും ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വെറുതെയാണ്. ആർഭാടമായി നടത്തേണ്ട വിവാഹം ചെറിയ രീതിയിൽ ആരോടും പറയാതെ നടത്തേണ്ടി വന്നതിൻ്റെ പരിഭവമാണ് അവർക്ക്. സത്യത്തിൽ യാദവ് ഒരച്ഛനാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ പരിഭവം മാറിയതാണെങ്കിലും പെട്ടെന്ന് ആമിയോട് കൂട്ടുകൂടാൻ അവർക്കും ഒരു മടിയുണ്ടായിരുന്നു. അപ്പോഴും ആമി തലതാഴ്ത്തിയിരിക്കുവാണ്. അവളുടെ ഉള്ളു നിറയെ വല്ലാത്ത വേദന വന്നു നിറഞ്ഞു. എല്ലാവരെയും അഭിമുഖീകരിക്കാനുള്ള അവളുടെ മടി പുതുപെണ്ണിൻ്റെ ചമ്മലായാണ് അവർക്ക് തോന്നിയത്. അവളെ നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അവളുടെ കൈകൾ കവർന്നിരുന്നു. മോള് മടിയൊന്നും വിചാരിക്കേണ്ട. യദു ആരോടും പറയാതെ വിവാഹം കഴിച്ചതിൽ ചെറിയ പരിഭവം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവനൊരു കുടുംബജീവിതം തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവനൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ സന്തോഷത്തിന് ആക്കം കൂടിയെന്ന് മാത്രം. അപ്പോഴും ആമി തല ഉയർത്തിയില്ല. അവൾ തല താഴ്ത്തി തന്നെ ഇരുന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനെയും അമ്മയെയും ഒന്ന് കണ്ടില്ലല്ലോ. അവരൊക്കെ എവിടെയാ? ഇനി അവരുടെ ഇഷ്ടമില്ലാതെയാണോ ഏതോ മോളെ വിവാഹം കഴിച്ചത്? മുത്തശ്ശിയിൽ നിന്ന് ആ ചോദ്യം വന്നതും അറിയാതെ അവളുടെ തേങ്ങൽ പുറത്തേക്ക് വന്നിരുന്നു. കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ അച്ഛനും അമ്മയുമായിരുന്നു. യാദവ് കൊടുത്ത പൊള്ളുന്ന വേദനകളായിരുന്നു. സങ്കടം തടഞ്ഞു നിർത്താൻ കഴിയാതെ അവളിൽ നിന്നും തേങ്ങലുകൾ ഉയർന്നതും ഒരു ഞെട്ടലോടെ മുത്തശ്ശി അവളുടെ തല ഉയർത്തി നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകളും ചുവന്നു നിൽക്കുന്ന മുഖവും കാണും തോറും മുത്തശ്ശിക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ കരഞ്ഞു ചുവന്ന കണ്ണുകളും ചുവന്നു തൊടുത്ത മൂക്കു കണ്ടതും മുത്തശ്ശിയുടെ ഉള്ളു പിടച്ചു. എന്താ മോളെ, എന്തു പറ്റി? മുത്തശ്ശി ചോദിച്ചത് സങ്കടായോ? അവളെ നോക്കി വേദനയോടെ അവർ ചോദിച്ചപ്പോൾ ആരെയും നോക്കാതെ അവൾ സംസാരിച്ചു തുടങ്ങി. രണ്ടാളുമില്ല, പോയി. അച്ഛൻ മരിച്ചിട്ട് 2 മാസം. അമ്മ ഇപ്പോൾ 6 ദിവസമായി. എനിക്ക് വേറെ ആരുമില്ല. ആരുടെയും മുഖത്ത് നോക്കാതെ അത് പറയുമ്പോൾ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. സങ്കടം കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് കണ്ടു നിന്ന എല്ലാവരുടെ കണ്ണിലും നീര് പൊടിഞ്ഞു. മുത്തശ്ശിക്ക് വല്ലാത്ത വേദന തോന്നി. ഒരു വേള ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി. ഒരു വേള ആ ഹാളിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ അവളുടെ വാക്കിൽ മാത്രം തങ്ങി നിന്നു. മുത്തശ്ശനും വല്ലാതെ വേദന തോന്നി.
അപ്പോഴേക്കും മുത്തശ്ശി അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. അവരുടെ കണ്ണിൽ അവളോടുള്ള സ്നേഹവും വാത്സല്യവും തിരതള്ളി. അങ്ങനെ പറയില്ല മോളെ. കാളിയാർ മഠത്തിൻ്റെ പടി ചവിട്ടിയ നിമിഷം മുതൽ നീ ഞങ്ങളുടെ മോളെയാ. കാളിയാർ മഠത്തിലെ കുട്ടിയാ. നിനക്ക് ഞങ്ങളുണ്ട്. അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പറയുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണും നിറഞ്ഞു. അപ്പോഴേക്കും ചെറിയമ്മമാരും അവളെ വന്ന് ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാവരും അവളെ ചേർത്ത് പിടിച്ചതും അവളുടെ ഉള്ളിലെ സങ്കടത്തിൻ്റെ ആഴം കൂടി. ആ അമ്മമാരുടെയും മുത്തശ്ശിയുടെയും മാറിൽ ചാഞ്ഞു നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവരുടെ സ്നേഹവാത്സല്യം അവളെ ചൊരിയുമ്പോഴും അവളെ അത് പൊള്ളിക്കുകയായിരുന്നു. തൻ്റെ അച്ഛൻ ഈ കുടുംബത്തിനില്ലാതാക്കിയത് ഇവിടുത്തെ മൂത്ത മകനെയാണ്. നശിപ്പിച്ചത് അതുവരെ തല ഉയർത്തി നിന്ന ഈ കുടുംബത്തിൻ്റെ അന്തസ്സാണ്, ആത്മാഭിമാനമാണ്. നാളെ താൻ ആരുടെ മകളാണ് എന്ന് ഈ കുടുംബം തിരിച്ചറിഞ്ഞാൽ താൻ മനഃപൂർവ്വം അവരെ വഞ്ചിച്ചവളാകും. ഇതുവരെ സ്നേഹം കാണിച്ച് തന്നെ പൊതിഞ്ഞു പിടിക്കുന്നവരെല്ലാം തന്നെ വെറുപ്പോടെയും പുച്ഛത്തോടെയും പകയോടെയും നോക്കും. അത് തനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനിയും സ്നേഹം മുൻപിൽ കാണിച്ച് കൊതിപ്പിച്ച് തട്ടിക്കളയാൻ ആരെയും അനുവദിക്കില്ലെന്ന് അവൾ ആ നിമിഷം മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. മതി എല്ലാവരും കരഞ്ഞത്. മുത്തശ്ശൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നതും അവൾ ചിന്തയിൽ നിന്നുണർന്നു. മുത്തശ്ശിയുടെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി അവൾ കണ്ണുകൾ തുടച്ചു മാറ്റി. ഗർഭിണികൾ ഇങ്ങനെ സങ്കടപ്പെടരുത് എന്ന് അറിയില്ലേ? അതുകൊണ്ട് ഇനിതുപോലെ സങ്കടപ്പെട്ടിരിക്കരുത്. അത് കുഞ്ഞിന് ബാധിക്കും. അവളെ നോക്കി ഗൗരവത്തിലാണ് രവിവർമ്മ അത് പറഞ്ഞതെങ്കിലും അയാളുടെ വാക്കുകളിലെ കരുതൽ ആമി തിരിച്ചറിഞ്ഞിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യാദവൊഴികെയുള്ള എല്ലാവരിലും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. മോള് ചായ കുടിക്ക് എന്ന് പറഞ്ഞ ചെറിയമ്മ അവൾക്ക് നേരെ ചായക്കപ്പ് നീട്ടിയതും അത് അവരിൽ നിന്നും വാങ്ങി ആമി അത് താഴെ വെച്ചിരുന്നു. അവളുടെ ആ പ്രവൃത്തി കണ്ടതും എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി. തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ആമി സംസാരിച്ചു തുടങ്ങി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം മറച്ചു വെച്ച് ആരെയും പറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആമിയുടെ ആ വാക്കുകളിൽ തന്നെ മറ്റുള്ളവരെല്ലാം ഒന്ന് പതറിയിരുന്നു. എല്ലാവരും സംശയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. നിങ്ങളെല്ലാവരും വെറുക്കുന്ന കാളിയാർ മഠത്തിൽ മാധവമേനോനെ ചതിച്ച ഉത്തമൻ്റെ മകളാണ് ഞാൻ. അവൾ പറഞ്ഞ ആ ഒരു സത്യത്തിന് കാളിയാർ മഠത്തെ പിടിച്ചു കുലുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. എല്ലാവരും അവളുടെ വാക്കുകളിൽ സ്തംഭിച്ചു നിന്നു. ഒരു നിമിഷത്തെ സ്തംഭന അവസ്ഥയ്ക്ക് ശേഷം എല്ലാവരും എഴുന്നേറ്റു നിന്നു. പകപ്പോടെയും ദേഷ്യത്തോടെയും ആ വീട്ടിലെ ആളുകൾ ആമിയെ നോക്കുമ്പോൾ തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ഓരോരുത്തരുടെ കണ്ണിലും നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യവും വെറുപ്പും അവളുടെ ഉള്ളിലെ വേദനയുടെ ആഴം കൂട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും ചെറിയമ്മമാരും ചെറിയച്ഛന്മാരും എന്ത് ലച്ചു പോലും ആ വെളിപ്പെടുത്തലിൽ ഞെട്ടി നിന്നു. എന്നാൽ ജിതേന്ദ്രൻ്റെ ഉള്ളിലെ പകയും ദേഷ്യവും തിളച്ചു പൊന്തിക്കൊണ്ടിരുന്നു. നീ എന്താ പറഞ്ഞത്? അവൾക്കെതിരെ അലറിക്കൊണ്ട് ജിതേന്ദ്രൻ ശബ്ദമുയർത്തുമ്പോൾ അയാളുടെ വാക്കുകളിൽ അവളെ ചുട്ടുകൊല്ലാനുള്ള പകയും ദേഷ്യവും ഉണ്ടായിരുന്നു. അതുവരെ ആരെയും നോക്കാതെ തല താഴ്ത്തി നിന്ന ആമി അയാളുടെ വാക്കുകൾ ഞെട്ടി ഒരു വിറയലോടെ ഇരിക്കുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ അപ്പോഴേക്കും ജിതേന്ദ്രവർമ്മ അവളുടെ നേരെ നിന്ന് ദേഷ്യത്തിൽ അലറുകയായിരുന്നു. അപ്പം യദുവിനെ നീ ചതിക്കുകയായിരുന്നു അല്ലേ? അവന് സ്നേഹം കാണിച്ചത് ചതിച്ച് അവൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വന്നതാണോ നീ? ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ ആ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ മരിച്ചെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ? ഇതൊക്കെ നിന്റെ അച്ഛൻ്റെ പ്ലാനിങ് അല്ലേ? വീണ്ടും അവൻ ഞങ്ങളുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാൻ വന്നതാണോ? ആയിരിക്കും. അത്രയ്ക്കും വൃത്തികെട്ട ജന്മമാണ് ആ മനസാക്ഷി ഇല്ലാത്തവൻ. ഉത്തമനോടുള്ള ദേഷ്യത്തിലും യാദവിൻ്റെ ജീവിതം ആമി തകർത്തു എന്നുള്ള അമർഷത്തിലും തൻ്റെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയാണ് ജിതൻ. ഇപ്പോൾ അയാളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉത്തമനോടുള്ള അടങ്ങാത്ത പകയാണ്. ഒരു നിമിഷം ജിതൻ്റെ വാക്കുകളിൽ ആമിയാകെ തകർന്നു പോയി. മരിച്ചുപോയ തൻ്റെ അച്ഛനെക്കുറിച്ച്, അതും മനസ്സുകൊണ്ട് പോലും പങ്കില്ലാത്ത കാര്യത്തിൽ. ശരിയാണ്, അച്ഛൻ ഈ കുടുംബത്തോട് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയാത്തതാണ്. കൊടിയ പാപം തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരിക്കലും തൻ്റെ അച്ഛൻ തെറ്റുകാരനല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാശിയോടെ അത് തുടച്ചു നീക്കിക്കൊണ്ട് ആമി ജിതനോട് പറഞ്ഞു, അല്ല, എൻ്റെ അച്ഛനല്ല ഈ വിവാഹത്തിന് പിന്നിൽ. എൻ്റെ അച്ഛൻ ഈ വിവാഹത്തിൽ ഒരു പങ്കുമില്ല. പിന്നെ എന്തിനാടി യദുവിൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നു കയറിയത്? പറയടി. സർവ്വദേശവും പുറത്തെടുത്തുകൊണ്ടുള്ള ജിതൻ്റെ അലറിൽ ആമിയൊന്ന് വിറച്ചുപോയി.
പക്ഷേ തോറ്റുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. ഞാൻ ആരുടെയും ജീവിതത്തിലേക്ക് വന്നു കയറിയതല്ല, എന്നെ ഈ ബന്ധത്തിലേക്ക് വലിച്ചിട്ടതാണ്, അതും എൻ്റെ സമ്മതമില്ലാതെ. ദേഷ്യത്തോടെയാണ് ആമി അത് പറഞ്ഞത് എങ്കിലും അവളുടെ ഉള്ള ഓർമ്മകളിൽ വേദനിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ വാക്കുകളിൽ ഞെട്ടി നിൽക്കുവാണ് കാളിയാർ മഠത്തിലുള്ള ഓരോരുത്തരും. നീ എന്താ പറഞ്ഞത്? സംശയത്തോടെ അവളെ നോക്കി ജിതേന്ദ്രൻ ചോദിച്ചതും നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുനീരിൽ തുടച്ചു നീക്കിക്കൊണ്ട് ആമി പറഞ്ഞു തുടങ്ങി. എൻ്റെ അച്ഛൻ ഈ കുടുംബത്തോട് ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ്. അതിനൊരിക്കലും മാപ്പ് അർഹിക്കുന്നയില്ല. ആ തെറ്റിനെ ന്യായീകരിക്കാനുള്ള യോഗ്യതയും എനിക്കില്ല. എന്നാൽ കാളിയാർ മഠത്തിലെ യാദവഗ്നയിൽ എൻ്റെ അച്ഛനോടുള്ള പകയുടെ പേരിൽ തകർത്തത് എൻ്റെ ജീവിതമാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ സ്വപ്നങ്ങളാണ്. ഒരു നിമിഷം അവരുടെ വാക്കുകളിൽ കാളിയാർ മഠം ഒരിക്കൽ കൂടെ കിടുങ്ങിപ്പോയി. അവരുടെ വാക്കുകൾ അവരുടെ ഓരോരുത്തരുടെയും ചെവിയിൽ അലയടിക്കുന്നത് പോലെ. എന്നാൽ ആരെയും നോക്കാതെ, ചുറ്റും ഗൗനിക്കാതെ തൻ്റെ മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അയാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെ സന്തോഷത്തോടെയാണ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചത്. ഒറ്റമകളായതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹവും വാത്സല്യവും വാരിക്കോരി തന്നാണ് അവർ എന്നെ വളർത്തിയത്. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ആമി ശേഖരനുമായി തൻ്റെ വിവാഹം യാദവ് മുടക്കിയത് വരെ പറഞ്ഞു നിർത്തി. അപ്പോഴും അവളുടെ വാക്കുകളിൽ കാളിയാർ മഠം ഞെട്ടി നിൽക്കുവാണ്. അവരെ ആരെയും നോക്കാതെ ആമി പിന്നെയും പറഞ്ഞു തുടങ്ങി. എന്നാൽ ആ ദിവസമാണ് ഞങ്ങളുടെ ജീവിതത്തെ പാടെ തകർത്തത്. അന്ന് മണ്ഡപത്തിൽ വെച്ച് അയാൾ അച്ഛനോട് സംസാരിക്കുന്നത് കേട്ട് ഞാനും അമ്മയും അച്ഛനോട് ചോദിച്ചപ്പോഴാണ് ഈ വീടുമായി അച്ഛനുള്ള ബന്ധവും ഈ വീട്ടുകാരോട് അച്ഛൻ ചെയ്ത കൊടും ക്രൂരതയും ഞങ്ങൾ അറിയുന്നത്. അന്ന് രാത്രി ഫോണിലൂടെ അയാളുടെ കാലു പിടിച്ചതാ ഞാൻ. ഉപദ്രവിക്കരുത്, എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞതാ. പക്ഷെ സമ്മതിച്ചില്ല. അന്ന് രാത്രി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിലും ഞങ്ങളെ അയാൾ വീണ്ടും വീട്ടിൽ തന്നെ എത്തിച്ചു. അടുത്ത ദിവസം എനിക്കുള്ള കൊലക്കയറുമായാണ് അയാൾ അവിടെ എത്തിയത്. എൻ്റെ അച്ഛനോടുള്ള പകയുടെ പേരിൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ അയാളുടെ ഭാര്യ എന്ന പദവിയും കാളിയാർ മഠത്തിലെ അടുക്കളയിൽ എൻ്റെ ജീവിതം ഹോമിക്കാൻ. മറ്റെന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുത്തോളൂ എന്ന് കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ. പക്ഷേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് ഈ വീടിൻ്റെ അടുക്കളയിൽ എൻ്റെ അച്ഛനായിരിക്കും ഉണ്ടാവുക എന്ന് ഭീഷണിപ്പെടുത്തി അയാൾ എന്നെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. അന്ന് എൻ്റെ സമ്മതമില്ലാതെ ബലമായി അയാൾ എന്നെ വിവാഹം കഴിക്കുമ്പോൾ കൺമുൻപിൽ വെച്ച് മകളുടെ ജീവിതം തകർന്ന ഹൃദയവേദനയോടെ എൻ്റെ അച്ഛൻ മുറിയിൽ കയറി വാതിലടച്ച് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കുറ്റബോധത്തിലും വേദനയിലും അച്ഛൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള വേവലാതിയിൽ അമ്മേൻ്റെ അച്ഛന് കാവലിരിക്കുമ്പോൾ മുകളിലത്തെ മുറിയിൽ ഒരു വേട്ടക്കാരൻ തൻ്റെ ഇരയെ വേട്ടയാടുന്നത് പോലെ അയാൾ എന്നെ കടിച്ചു കീറുവായിരുന്നു. ഒട്ടും ദയയില്ലാതെ എന്നെ വേദനിപ്പിക്കുമ്പോഴും അയാളുടെ മുൻപിൽ എൻ്റെ മാനത്തിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അയാൾ എന്നെ പറയുന്നതിനോടൊപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു ആമി. ആ നിമിഷം മനസ്സിലേക്ക് വന്നതും അവൾ തേങ്ങിക്കരഞ്ഞു. ഒരു വേള ആ പെണ്ണിൻ്റെ വേദനയ്ക്കും അവളുടെ നിസ്സഹായ അവസ്ഥയ്ക്കും മുൻപിൽ ചെറിയമ്മമാരുടെയും മുത്തശ്ശിയുടെയും കണ്ണിൽ നിന്ന് ഒരു തുള്ളി നിലത്തേക്ക് പതിച്ചിരുന്നു. കാരണം അവരൊരു സ്ത്രീയാണ്. നിറഞ്ഞൊഴുകുന്ന തൻ്റെ കണ്ണുനീരിനെ തുടച്ചു നീക്കിക്കൊണ്ട് അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഈ വീട്ടിലുള്ള പെൺകുട്ടിയെ പോലെ ഞാനൊരു പെണ്ണാണ് എന്ന് പോലും ഓർക്കാതെ എന്നെ അയാളന്ന് നേരം പുലരുവോളം. ആ ഓർമ്മയിൽ തൻ്റെ കണ്ണുകളൊന്ന് മുറുക്കെ അടച്ചു തുറന്നു അവൾ. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ അമ്മ മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ. ശരീരത്തിലെയും മനസ്സിലെയും വേദന എന്നെ കാർന്നു തിന്നുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പിടിച്ചു നിന്നു. എന്നാൽ മൂന്നാമത്തെ ദിവസം കണ്ട അച്ഛൻ്റെ മൃതദേഹത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കായില്ല. എൻ്റെ ജാതകദോഷത്തിൻ്റെ പേരിൽ ബന്ധുക്കളും നാട്ടുകാരും പുച്ഛിച്ച് തള്ളിയപ്പോഴും പഴി പറഞ്ഞപ്പോഴും അന്നാരുമില്ലാതെ ഞാനും എൻ്റെ അമ്മയും മാത്രം. പറയുന്നതിനോടൊപ്പം അവൾ അപ്പോഴും തേകുന്നുണ്ടായിരുന്നു. ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടതാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഞാൻ പിടിച്ചു നിന്നു. ഡാൻസ് സ്കൂളിൽ ജോലിക്ക് പോയി വീണ്ടും തകർന്നടിഞ്ഞ ജീവിതം പടുത്തുയർത്താൻ ശ്രമിച്ചു. എന്നാൽ അമ്മ കൂടി എന്നെ വിട്ടുപോയപ്പോൾ അതും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സ്വന്തം മകളുടെ ജീവിതവും സ്വപ്നവും തകർന്നത് കണ്ട് മനസ്സുടഞ്ഞാണ് എൻ്റെ അമ്മ മരിച്ചത്. അല്ല, അയാൾ കൊന്നതാ എൻ്റെ അമ്മയെ. പറയുന്നതിനോടൊപ്പം തലയിൽ കൈവച്ച് അവൾ തേങ്ങി. എന്നാൽ അമ്മ പോയതിനു ശേഷം തനിച്ചായ പെണ്ണിനെ കടിച്ചു കീറാൻ നടക്കുന്ന വേറൊരുത്തൻ. ശേഖരൻ്റെ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടത് എന്ന് എനിക്കിന്നും അറിയില്ല.